ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ടാത്തെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് കണ്ണീരൊഴുക്കി അഭിനയിക്കുന്നോടി. അങ്ങനൊന്നും പറയല്ലേ പൃഥ്വിയേട്ട, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ നീ ഒന്ന് ചെയ്യാതിരുന്നിട്ടാണോ പോലീസുകാർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നേ? ആ താര വരെ വന്ന് നമ്മൾ അപമാനിച്ചു. വെറുതെ എന്നെ വഴക്ക് പറയണ്ട, ഞാൻ ആകെ തകർന്നു നിൽക്കുക. അത് ശരി, ഓരോന്ന് ഒപ്പിച്ചു വെച്ച് കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് അത് ചോദിച്ചതിന് എനിക്കാണോ തെറ്റ്? നിന്നൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ സമ്മതിച്ചതാ തെറ്റായി പോയത്. പഠിക്കാൻ വിട്ട പഠിക്കണോടി, അല്ലാതെ പാർട്ടി പബ്ബ് പാർക്ക് എന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നതുണ്ടല്ലോ. ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. നിർത്ത. എനിക്കെന്താ സംഭവിച്ചെന്നോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോന്നോ ചോദിക്കാതെ എല്ലാം സ്വയം തീരുമാനിച്ച് വഴക്ക് പറയാൻ വേണ്ടി മാത്രം കയറി വന്നതാണെങ്കിൽ അത് വേണ്ട. എന്നെ വഴക്ക് പറയാനും ഗുണദോഷിക്കാനും നിങ്ങൾക്ക് ഒരു യോഗ്യതയില്ല. എന്നെക്കാൾ കൂടുതൽ പാർട്ടിയും പബ്ബും ഒക്കെ ആയിട്ട് നടന്നത് ആരാന്നറിയാലോ. ഒരു പ്രശ്നം വന്നാ കുറ്റപ്പെടുത്താനല്ലാതെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനോ കൂടെ നിർത്താനോ നിങ്ങൾക്ക് അറിയാവോ? സൗകര്യമില്ല. ഞാൻ പറയും, ഈ വീട്ടിലെന്താ നിങ്ങൾക്കൊരു നിയമവും എനിക്കൊരു നിയമവും എന്ന അവസ്ഥയുണ്ടോ? വെറുതെ എന്നെ ടെൻഷനാക്കാതെ ഇറങ്ങിപ്പോ. എല്ലാരും നാണം കെടുത്തിട്ട് ഇരുന്ന് പ്രസംഗിക്കുന്നോടി. ഞാൻ പറയും, ഇനിയൊരു അക്ഷരം വേണ്ടിയാ നിന്റെ പല്ല് ഞാൻ അടിച്ച് താഴെയിടും. ഇന്ന് എന്റെ തല്ല് 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 കൊല്ല്. എന്താണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത്? നിന്നെ പൃഥ്വി, പൃഥ്വി, ഇവൻ നിന്നെ തല്ലിയോ? നിനക്കെന്താ തലയ്ക്ക് ഓളമാണോ? നീ എന്തിനാ പല്ലവിയെ തല്ലിയേ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാനോ? ഞാൻ പല്ലവിയുടെ ചേട്ടൻ. എന്റെ പെങ്ങളെ തല്ലിയ ഞാൻ ചോദിക്കണ്ടേ? ഇവളെങ്ങനെയാടാ നിന്നെ പെങ്ങളാവുന്നേ? നീ കുറെ ദിവസമായി എന്റെ വീട്ടിൽ കയറി നിന്ന് അധികാരം കാണിക്കുന്നു. ഇനി അത് ഞാൻ സമ്മതിക്കില്ല. പൃഥ്വി, കിരണിന് ഇവിടെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നടക്കുന്നേ? അതിനിടയിലാണോ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുന്നേ? എന്തിന്റെ പേരിലായാലും നീ പല്ലവിയെ തല്ലിയത് ശരിയായില്ല. സത്യം എന്താണെന്ന് അറിയാതെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വന്നു വന്നു പോകുന്നവരും വരുന്നവരും ഒക്കെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല. എല്ലാം പൂർണ്ണിമ ചേച്ചിയെ പറഞ്ഞാ മതി. വഴിയെ പോകുന്നവരൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റി കഴിഞ്ഞാ തലേ കയറി നിന്ന് നിരങ്ങുകയും ചെയ്യും. നിന്നൊക്കെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. കാണിച്ചു തരാടാ ഞാൻ. നീ കാണിക്കേ. പല്ലവി, നീ കരയാതെ. ഒരു വയറ്റിൽ പിറന്നതല്ലെങ്കിലും നീ എന്റെ പെങ്ങള് തന്നെയാ. നിനക്കൊരു പ്രശ്നം വന്നാ മുന്നിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ടാവും. നിനക്കൊരു കുഴപ്പവും വരില്ല. ഞാനാ പറയുന്നേ.